ഷിജിത്തെ, പുതിയ ഗവർണർ രാജേന്ദ്ര ആർലേക്കർ വരുന്നു. പഴയ ഗവർണർ ഇവിടുന്ന് പൊടി തട്ടി പോകുന്നു. അത് ഇടയ്ക്ക് സോഷ്യൽ മീഡിയയിൽ ചെറിയ ചർച്ച ഉണ്ടായി. കാര്യം ചർച്ച മാത്രമല്ല, ഞാനൊരു കാര്യം പറയട്ടെ, ആരിഫ് മുഹമ്മദ് ഖാന് പണി കൊടുത്തതാണെന്നും കേരള സർക്കാരിനെ കേന്ദ്രം സഹായിക്കുന്നു എന്നൊക്കെ പറഞ്ഞ് കുറച്ച് കോൺഗ്രസിൻ്റെ ആൾക്കാർ ചെറിയ രീതിയിലുള്ളൊരു കിംവദന്തി ഇറക്കി. പക്ഷെ വന്നത് പോയതിനെക്കാട്ടും വലിയ പുലിയാണോ എന്നൊരു സംശയമുണ്ട്. മാത്രമല്ല, അദ്ദേഹത്തിന് ഔദ്യോഗികമായി ഒരു യാത്രയയപ്പ് നൽകിയിട്ടില്ല. അത് ദുഃഖാചരണത്തിന്റെ ഭാഗമാണ്. പക്ഷേ ഇവിടുത്തെ കുട്ടി സഖാക്കളെ കൊണ്ട്, പ്രത്യേകിച്ച് SFIക്കാരെ കൊണ്ടൊരു ടാറ്റയൊക്കെ കൊടുത്ത് അദ്ദേഹത്തെ അവമാനിച്ചു വിട്ടു എന്ന് തോന്നുന്ന തരത്തിലാണ് അദ്ദേഹം ഇവിടുന്ന് പോയത്. പക്ഷെ അത് പണിയൊന്നും ആയിരുന്നില്ല. മാത്രമല്ല, അത് ഇന്ന് നമ്മൾ മനസ്സിലാക്കുന്നു. രാജേന്ദ്ര ആർലേക്കർ എന്ന് പറയുന്ന ആൾ, അദ്ദേഹത്തിന്റെ നീക്കം, അല്ലെങ്കിൽ അത് പുതിയ ഒരു ആരിഫ് മുഹമ്മദ് ഖാനെയാണ് ഇവിടെ കാണുന്നത്. എനിക്ക് തോന്നുന്നു അതിൽ നിന്നും ഇത്തിരി കഷ്ടം, കുറച്ചുകൂടി മുറ്റിയതാണ്. നമ്മളെ എന്തോ ഒരു പഴഞ്ചൊല്ലില്ലേ, പിടിച്ചതിനേക്കാൾ വലുതാണ് മാളത്തിലുള്ളത്. അതെ, അത് ഇന്ന് പ്രത്യേകിച്ച് ആ ഒരു സംഭവം ഉണ്ടായത് അത് എടുത്തു പറയേണ്ടതാണ്. പ്രത്യേകിച്ച് അദ്ദേഹത്തിന്റെ, അതായത് ഗവർണറുടെ സുരക്ഷാ ഉദ്യോഗസ്ഥരുണ്ട്. അത് നേരത്തെ തന്നെ ആരിഫ് മുഹമ്മദ് ഖാനുള്ള സമയത്തുള്ള കുറെ പേർ, അത് പോലീസുമായി ബന്ധപ്പെട്ട സുരക്ഷാ ഉദ്യോഗസ്ഥരാണല്ലോ. ഇവരെയൊക്കെ തന്നെ ഒറ്റയടിക്ക് മാറ്റാൻ നമ്മുടെ സർക്കാർ തീരുമാനിച്ചു. അതിന്റെ താല്പര്യം എന്തായിരിക്കും എന്നത് ഊഹിക്കാമല്ലോ. പ്രത്യേകിച്ച് ഈ ഗവർണറുടെ നീക്കങ്ങൾ കൃത്യമായി അറിയാൻ സാധിക്കും. തങ്ങളുടെ ഇഷ്ടക്കാരാണ് ഗവർണർക്കൊപ്പം ഉണ്ടെങ്കിൽ, അല്ലേ, അത്തരത്തിൽ കൃത്യമായി രാജ്ഭവനിൽ നടക്കുന്ന കാര്യങ്ങൾ മുഖ്യമന്ത്രിയുടെ ഓഫീസോ അല്ലെങ്കിൽ അത് ആർക്കാണോ അറിയേണ്ടത് അവരറിയും. അതുകൊണ്ട് തങ്ങൾക്കിഷ്ടമുള്ള ചില ഉദ്യോഗസ്ഥരെ നിയമിക്കാൻ വേണ്ടി ഒരു ശ്രമം നടത്തി. അല്ല, ഇത് വേണമെങ്കിൽ ഒരു കാര്യം പറയാം. ഇപ്പം ഈ 5 വർഷം 3 വർഷമൊക്കെ ഒരു പോലീസുകാരന് സ്ഥലം മാറ്റം എന്നുള്ള രീതിയിൽ വേണമെങ്കിൽ അവർക്കത് ന്യായീകരിക്കാൻ. ഇത്തരം കേസുകളിൽ അങ്ങനെ വരില്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. പ്രത്യേകിച്ച് ഗവർണറുടെ സുരക്ഷ, VIP-കളുടെ സുരക്ഷയുമായി ബന്ധപ്പെട്ട് അവർക്ക് താല്പര്യമുള്ള, അല്ലെങ്കിൽ വിശ്വാസ്യത എന്ന് പറയുന്ന സാധനം ഉണ്ടല്ലോ, അതിൽ അങ്ങനെയുള്ള നിയമക്കുരുക്കൊന്നും ഈ ഒരു പ്രശ്നത്തിൽ ഉണ്ടാവില്ല എന്നുള്ളത് തോന്നുന്നു. അതുകൊണ്ട് തന്നെയാണ്, കാരണം ഈ മാറ്റും എന്ന് തോന്നിയ ഉദ്യോഗസ്ഥർ നേരെ ഗവർണറെ കാണുന്നു, ഗവർണറോട് ഈ പ്രശ്നം അവിടെ അവതരിപ്പിക്കുന്നു. ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാനെ കണ്ടുപിടിച്ച, അല്ലെങ്കിൽ ഇവിടെ ഉണ്ടായിരുന്ന എന്തൊക്കെയായിരുന്നു സംഭവ വികാസങ്ങളെന്ന് അദ്ദേഹം മനസ്സിലാക്കാതെ എന്തായാലും ഇന്ത്യയിൽ ഈ ഗവർണർക്കൊക്കെ ഇത്രയും പവർ ഉണ്ടെന്ന് കാണിച്ചു ഏക ഗവർണറാണ് ആരിഫ് മുഹമ്മദ് ഖാൻ. ഗവർണർ എന്ന പദവിക്ക് അതിന്റെ ശക്തി എന്താണ്, അത് എങ്ങനെ പ്രവർത്തിക്കണം ഗവർണർ എന്നത് വ്യക്തമാക്കി മലയാളികൾക്ക് കാണിച്ചു തന്നവരാണ്. അപ്പൊ ഇങ്ങനെ ഈ ഒരു പ്രശ്നം വന്നു, ഈ ഉദ്യോഗസ്ഥരെല്ലാം തന്നെ ഗവർണറെ കാണുന്നു. അപ്പോൾ അവിടെ വെച്ച് തന്നെ മുഖ്യമന്ത്രി പിണറായി വിജയന്റെ അല്ലെങ്കിൽ സർക്കാരിന്റെ ആ തീരുമാനം വെട്ടിമാറ്റിയിരിക്കുന്നു. അതായത് നിലവിൽ ആരിഫ് മുഹമ്മദ് ഖാന്റെ കൂടെ ഉണ്ടായിരുന്ന സുരക്ഷാ ഉദ്യോഗസ്ഥർ തന്നെയായിരിക്കും പുതിയ ഗവർണർക്ക്, അതായത് കേരള പോലീസിലുള്ള. അതെ. പക്ഷെ ആരാണ് വേണ്ടത് എന്ന് തീരുമാനിക്കേണ്ടത് അത് ഗവർണറുടെ ഒരു തീരുമാനം കൂടിയാണല്ലോ. അല്ലാതെ സർക്കാരിന് ഇഷ്ടപ്പെട്ട ഉദ്യോഗസ്ഥരെ അവിടെ കൊണ്ടുപോയി നിയമിക്കുക തിരികെ കയറ്റലൊന്നും നടക്കില്ല. തിരികെ കയറ്റാൻ വേണ്ടിയാണ് ശ്രമിച്ചത്. അതിൽ കൃത്യമായും നമുക്കറിയാം, നേരത്തെ ആരിഫ് മുഹമ്മദ് ഖാൻ നേരിട്ട പലതരത്തിലുള്ള ആക്രമണങ്ങൾ അല്ലെങ്കിൽ സമരങ്ങൾ. അദ്ദേഹം പുറത്തിറങ്ങുമ്പോൾ, അദ്ദേഹം കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി പോയപ്പോൾ ഉണ്ടായ പ്രശ്നം, അദ്ദേഹത്തെ അവിടെ തടയുന്നു. 100 കണക്കിന് SFI പ്രവർത്തകർ അദ്ദേഹത്തെ ഗോ ബാക്ക് വിളികളോടെയല്ലേ അദ്ദേഹത്തെ സ്വീകരിച്ചത്. പിന്നെ അദ്ദേഹം ആരിഫ് മുഹമ്മദ് ഖാൻ ആയതുകൊണ്ട് ധൈര്യപൂർവ്വം കാറിൽ നിന്നും ഇറങ്ങി ഈ പറയുന്ന SFI വിദ്യാർത്ഥികൾക്കിടയിലൂടെ നടന്നുപോയി. അത് അദ്ദേഹത്തെ സംബന്ധിച്ചേ പറ്റുള്ളൂ, ആ ചങ്കൂറ്റം. അങ്ങനെ ഒരു സുരക്ഷാ പ്രശ്നങ്ങളൊക്കെ നേരിടും. അങ്ങനെ 2 വാളിന്റെ ഇടയിൽ കൂടെ പോയി ഒരാളും കൂടെ ഉണ്ട് ഇവിടെ. അതെ, വാളിന്റെ ഇടയിൽ പോയി എന്ന് പറയുന്നേ ഉള്ളൂ, നമുക്കറിയില്ല. അല്ലെങ്കിൽ അത് കാണിച്ചു തരണം. കാരണം ഇത്രയും വലിയ ഒരു സന്നാഹം, അതായത് SFIയുടെ സന്നാഹമുള്ള സ്ഥലത്ത് കാലുകുത്തിക്കില്ല എന്നാണ് SFI എന്ന് പറഞ്ഞത്. അവിടെ അദ്ദേഹം പോവുകയും ചെയ്തു, അവിടുത്തെ പരിപാടികൾ പങ്കെടുക്കുകയും ചെയ്തു. പിറ്റേന്ന് ധൈര്യപൂർവ്വം കോഴിക്കോട് മിഠായി തെരുവിലൂടെ ഇറങ്ങി മധുരം നുണഞ്ഞ് നടന്ന ആരിഫ് മുഹമ്മദ് ഖാനെ നമ്മൾ കണ്ടതാണ്. അതുകൊണ്ട് അത്തരം സുരക്ഷാ പ്രശ്നങ്ങളൊക്കെ
ധൈര്യപൂർവ്വം നേരിട്ട ആളാണ് ആരിഫ് മുഹമ്മദ് ഖാൻ. അത് അദ്ദേഹത്തിന്റെ ധൈര്യം മാത്രമായിരുന്നില്ല, അദ്ദേഹത്തിന്റെ കൂടെയുള്ള വലിയൊരു ഫോഴ്സ്, അത്രത്തോളം അദ്ദേഹത്തിന് വിശ്വാസമുള്ള ആളുകളായിരിക്കും കൂടെ ഉണ്ടായിരുന്നിരിക്കുക. അത് ഒരുപക്ഷെ ഈ സർക്കാരിനോട് വലിയ കൂറ് പുലർത്താത്ത, അല്ലെങ്കിൽ സർക്കാരിന്റെ ഇത്തരം തോന്നിയാസങ്ങൾക്ക് കൂട്ടുനിൽക്കാത്ത ഉദ്യോഗസ്ഥരാണ്. അപ്പം അങ്ങനെയുള്ള ഉദ്യോഗസ്ഥരെ മാറ്റിക്കൊണ്ട് സർക്കാരിന് താല്പര്യമുള്ള ആളുകളെ കൊണ്ടുവരാനുള്ള ഒരു നീക്കമാണ് സർക്കാരിന്റെ ഭാഗത്തു നിന്ന് നടത്തിയത്. എന്തായാലും വെട്ടി. മാത്രമല്ല, ADGP, ക്രമസമാധാന ചുമതലയുള്ള ADGP മനോജ് എബ്രഹാമിനെ രാജ്ഭവനിലേക്ക് വിളിച്ചു വരുത്തി. പുതിയ ഗവർണർ, എന്താണ് ഇതിലുള്ള പ്രശ്നം, ഇതിനാണ് ഇപ്പോൾ ഇത്തരത്തിലുള്ള ആളുകളെ മാറ്റുന്നത് ചോദിച്ചു. അപ്പോൾ കൃത്യമായ മറുപടി നൽകിയിട്ടുണ്ടാവും. അപ്പോൾ ഗവർണർ പറഞ്ഞിട്ടുണ്ടാവും അത് വേണ്ട എന്ന് പറഞ്ഞിട്ടുണ്ടാവും. അതോടുകൂടി അത് അവിടെ നിന്നു. എന്തായാലും പിണറായി വിജയന് ഇനി അത്ര സുഖകരമാണ് കാര്യങ്ങൾ എന്ന് തോന്നുന്നില്ല. അപ്പോൾ ഇവര് പറഞ്ഞ ഈ സോഷ്യൽ മീഡിയ വന്ന ചർച്ചയൊക്കെ വെറുതെയാണ്. പിണറായി വിജയനെ സഹായിക്കാനായി മറ്റൊരു ഗവർണർ വരുന്നു എന്ന് പറഞ്ഞു. അതൊക്കെ വെറുതെ. ഈ ആർലേക്കർ എന്ന് പറയുന്ന അദ്ദേഹത്തിന്റെ രാഷ്ട്രീയം RSSലൂടെ വളർന്നു. BJPയുടെ ഗോവയിലെ പ്രമുഖനായ നേതാവായി വളർന്നു. അത്തരത്തിലുള്ള ഒരാൾ മാത്രമല്ല, അദ്ദേഹത്തിന് മറ്റൊരു ചരിത്രം കൂടിയുണ്ട്. അല്ലെങ്കിൽ അദ്ദേഹം ഇപ്പോൾ ബീഹാറിൽ നിന്ന് ഇങ്ങോട്ടേക്ക് വരുന്നതുമായി ബന്ധപ്പെട്ട പല വാർത്തകളും വരുന്നത് തന്നെ ഇതേ രീതിയിൽ. അതായത് ആരിഫ് മുഹമ്മദ് ഖാൻ ഇവിടത്തെ സർവകലാശാലകൾ നടക്കുന്ന തോന്നിയാസങ്ങൾക്കെതിരെ ശക്തമായി നിലപാടെടുത്ത ആളാണ്, ഒരു വ്യക്തി കൂടിയാണ്. അതെ, ഇതേ രീതിയിൽ തന്നെ ബീഹാറിലെ സർക്കാരുമായി ചില അഭിപ്രായ വ്യത്യാസങ്ങൾ ഈ സർവകലാശാലകളുമായി ബന്ധപ്പെട്ട് ഉണ്ടാക്കി. അതുമായി ബന്ധപ്പെട്ട് അവിടുത്തെ സർക്കാരുമായി ഏറ്റുമുട്ടിയിട്ടാണ് ആർലേക്കറും ഇങ്ങോട്ടേക്ക് വരുന്നത്. അപ്പോൾ ആരിഫ് മുഹമ്മദ് ഖാനും ആർലേക്കറും തമ്മിൽ വലിയ വ്യത്യാസമൊന്നുമില്ല. ഇവിടെയും സർവകലാശാലകളിലെ പ്രശ്നങ്ങൾ വീണ്ടും സജീവമായി തന്നെ മുന്നോട്ട് കൊണ്ടുപോകും. സർവകലാശാല ചെയർമാൻ അല്ലെങ്കിൽ അദ്ദേഹത്തിനെ മാറ്റണം എന്നുള്ള ബില്ലൊക്കെ പാസ്സാക്കാനുള്ളൊരു ശ്രമം നമ്മൾ കണ്ടതാണ്. അത് പിന്നീട് നിയമസഭയിൽ കണ്ടതാണ്. സുപ്രീം കോടതി വരെ പോവുകയും അത് ചില കാര്യങ്ങളിൽ ഗവർണർക്ക് തിരിച്ചടി ഉണ്ടായിട്ടുണ്ടെങ്കിലും മറ്റു ചില വശങ്ങൾ നോക്കുമ്പോൾ കോടതിയിൽ നിന്നും അനുകൂല നിലപാടും ഗവർണർക്ക് ഉണ്ടായിട്ടുണ്ട്. മാത്രമല്ല, ഗവർണറുടെ ഈ കോടതിയുമായി ബന്ധപ്പെട്ട വിഷയങ്ങളല്ലാതെ ജനങ്ങൾക്കിടയിൽ അദ്ദേഹത്തിന് വലിയൊരു സത്യത്തിൽ പറഞ്ഞ ഒരു മന്ത്രിക്ക് കിട്ടിയ, അല്ലെങ്കിൽ ഒരു പ്രതിപക്ഷ നേതാവിന് കിട്ടുന്നതിനേക്കാൾ മേലെ ജനങ്ങളുടെ പ്രശ്നങ്ങൾ അവതരിപ്പിച്ചുകൊണ്ട് മറ്റൊരു പ്രതിപക്ഷ നേതാവായി അദ്ദേഹം ഇവിടെ കേരളത്തിലുണ്ടായത് മാറി. ഒരുപാട് സാധാരണക്കാരുടെ വിഷയങ്ങൾ അദ്ദേഹം പഠിക്കുകയും അവരെ കാണാനുള്ള ഒരു മനസ്സും കൂടെ അദ്ദേഹം കാണിച്ചു. പല സിറ്റുവേഷനിൽ നമ്മൾ കണ്ടായിരുന്നു. പല ഇപ്പം ഈ പുത്തുമല വിഷയത്തിലൊക്കെ അദ്ദേഹത്തിന്റെ ഇടപെടലുകൾ അദ്ദേഹം ജനങ്ങളോട് കാണിച്ച, പുത്തുമല മാത്രമല്ല രാജേഷ്, ചെറിയ പ്രശ്നങ്ങൾ പോലെ, അല്ലെങ്കിൽ ഒരു വീട്ടിൽ ഒരു മരണം, രാജേഷിന്റെ ഓർമ്മയില്ലേ, ആമയഞ്ചാൻ തോട്ടിൽ വീണ ഒരു പാവം ഒരു മനുഷ്യൻ മരണപ്പെട്ടു. ഒരു ദിവസമോ 2 ദിവസമാണോ തെരച്ചിൽ നടത്തിയത്? 2ാമത്തെ ദിവസമാണെന്ന് തോന്നുന്നു അല്ലേ കിട്ടുന്നത്. അതിൽ ആ ഒരു മൃതദേഹം കിട്ടി. അതിനുശേഷം ആ വീട് സന്ദർശിച്ച ഒരു വ്യക്തി കൂടിയാണ്. പിന്നെ നമ്മുടെ സ്ത്രീ പീഡന മരണങ്ങൾ അടിക്കടി ഉണ്ടായപ്പോൾ മറ്റേ ഈ ഉത്തരയുടെ വീട്, വിസ്മയുടെ വീടൊക്കെ സന്ദർശിച്ച് പെൺമക്കൾക്ക് ഉപദേശം കൊടുത്ത്, അതായത് സ്വന്തം കാലിൽ നിൽക്കണം നിങ്ങൾ, എന്നിട്ട് മതി വിവാഹം എന്നൊക്കെ പറഞ്ഞ ഒരു പിതാവിന്റെ വാത്സല്യത്തോടു കൂടി അത്തരം കാര്യങ്ങളിലൊക്കെ തന്നെ ഇടപെട്ട ഇതിലൊക്കെ ഹാലിളക്കി നടക്കുമായിരുന്നു CPM കൃത്യമായി. കൃത്യമായിട്ട് ഇങ്ങനെ ഒരു ജനകീയനായ ഒരു ഗവർണറെ കേരളം കണ്ടത് ഈ അടുത്ത. മറ്റൊന്നും അദ്ദേഹം നടത്തിയത് ഒരു രാഷ്ട്രീയ പ്രവർത്തനം കൂടിയാണ് എന്ന് പറയേണ്ടിയിരിക്കുന്നു. കാരണം ഇവിടെ സംസ്ഥാനത്തെ BJP നേതാക്കളോ അല്ലെങ്കിൽ കോൺഗ്രസിന്റെ പ്രതിപക്ഷം എന്ന് പറയുന്ന അവരാണല്ലോ, അവര് പോലും ചെയ്യാത്ത പല കാര്യങ്ങളും സുപ്രീം കോടതി വരെ പോയിട്ടുണ്ട്. അതിൽ പിന്നെ ഇപ്പൊ ഈ VD സതീശനൊക്കെ പറയുന്ന പോലെ BJP CPM ധാരണ എന്നൊക്കെ വെറുതെ പറയാന്നുള്ളത് അത് കാര്യമുണ്ട്, കഴമ്പില്ല. ഇപ്പോൾ നിലവിൽ ആരിഫ് മുഹമ്മദ് ഖാന്റെ അദ്ദേഹം എങ്ങോട്ടാണ് പോയത്? അദ്ദേഹത്തിന് പ്രത്യേകിച്ച് ലക്ഷ്യങ്ങൾ എന്തെങ്കിലും ഉണ്ട്? ലക്ഷ്യങ്ങൾ പല രീതിയിലും പറഞ്ഞു കേൾക്കുന്നുണ്ട്. അതിൽ അദ്ദേഹം ബീഹാറിലേക്കാണ് പോയിരിക്കുന്നത്. അതിൽ കൃത്യമായി എന്തുകൊണ്ട് ബീഹാർ അതാണ് വളരെ കൗതുകമായി തോന്നുന്നത്. അത് കൃത്യമായും പ്രധാനമന്ത്രിയുടെയും ആഭ്യന്തര വകുപ്പ് മന്ത്രി അമിത്ഷായുടെയും ചില നീക്കങ്ങളാണെന്നൊക്കെ പറഞ്ഞു കേൾക്കുന്നു. അത്തരത്തിലുള്ള വാർത്തകളും വന്നിട്ട് അതിൽ ചില
വിശ്വസിക്കാൻ കൊള്ളാവുന്ന രീതിയിലുള്ള ചില സൂചനകളുണ്ട്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടാണ് നിതീഷ് കുമാറിന്റെ രാഷ്ട്രീയം. നിതീഷ് കുമാർ ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ കാലുമാറ്റത്തിൽ ഡോക്ടറേറ്റ് എടുത്ത ആളാണ്. എങ്ങോട്ട് വേണം ഏത് നിമിഷവും വേണമെങ്കിൽ ചാഞ്ചാടാം, പോവാം. അദ്ദേഹം തെരഞ്ഞെടുപ്പ് അടുക്കുന്ന കുറെ ആ ഒരു അവസരത്തിൽ ആണ് ചാടി, അതായത് NDAയിലേക്ക് വന്നത്. ഇന്ത്യ മുന്നണിയുടെ ചെയർമാനായിട്ടൊക്കെ പ്രവർത്തിച്ച ആളാണ്. അത്തരത്തിൽ അദ്ദേഹം വേണം ഏത് നിമിഷവും എങ്ങോട്ട് വേണമെങ്കിൽ പോവാം. അങ്ങനെ ഒരു ചാഞ്ചാട്ടം ഉണ്ടായാൽ കൃത്യമായും ബീഹാറിന്റെ മുഖ്യമന്ത്രി അല്ലെങ്കിൽ നിതീഷ് കുമാറിനെ നിരീക്ഷിക്കാൻ വേണ്ടിയാണ് ആരിഫ് മുഹമ്മദ് ഖാനെ അങ്ങോട്ടേക്ക് അയച്ചത് എന്നാണ് ചില വാർത്തകൾ. മോദിയുടെ വിശ്വസ്തനോ അമിത്ഷായുടെ വിശ്വസ്തനോ ഒക്കെ ആയിരിക്കും. അതെ, പ്രധാനമന്ത്രിക്ക് എത്രത്തോളം വിശ്വാസ്യതയുള്ള ഒരാൾ അവിടെ വേണം എന്ന് ആരൊക്കെയോ അല്ലെങ്കിൽ ഈ പറയുന്ന ആളുകളൊക്കെ തന്നെ ചേർന്ന് നടത്തിയതാകാനുള്ള സാധ്യതയും കാണുന്നുണ്ട്. മാത്രമല്ല ഇവർ തമ്മിൽ ഒരേ രാഷ്ട്രീയ പാർട്ടിയിൽ പ്രവർത്തിച്ച ആളുകളാണ്. നിതീഷ് കുമാറും ആരിഫ് മുഹമ്മദ് ഖാൻ ജനതാദൾ എന്ന പ്രസ്ഥാനത്തിൽ ഒരുമിച്ച് പ്രവർത്തിക്കുകയും ചെയ്ത ആളാണ്. ഇതോടൊപ്പം തന്നെ കൂട്ടി വായിക്കേണ്ടതാണ്, കഴിഞ്ഞ ദിവസം ലാലു പ്രസാദ് യാദവ് നിതീഷ് കുമാറിനെ വീണ്ടും ഇന്ത്യ മുന്നണിയിലേക്ക് ക്ഷണിച്ചു. അപ്പോൾ എല്ലാം കൂടെ കൂട്ടി വായിക്കുമ്പോൾ ഈ ആരിഫ് മുഹമ്മദ് ഖാനെ വെറുതെ അല്ല അവിടേക്ക് നിയോഗിച്ചത്. കേന്ദ്ര സർക്കാർ എന്ന് പറയുന്ന ശരി, കേന്ദ്ര സർക്കാർ നിയോഗിച്ചത് അത് ഈ പറഞ്ഞതുപോലെ അദ്ദേഹം ഒരു ഗവർണർ എന്ന പദവിയുടെ മാന്യത പുലർത്തിക്കൊണ്ട് പ്രവർത്തിക്കുന്ന ആളാണ്. അതോടൊപ്പം അദ്ദേഹം ഒരു രാഷ്ട്രീയക്കാരൻ കൂടിയാണ്. അതുകൊണ്ട് ആ ഒരു ചാണക്യ സൂത്രം അല്ലെങ്കിൽ ഒരാളുടെ നീക്കം കണ്ടാൽ അദ്ദേഹത്തിന് കാര്യങ്ങൾ മനസ്സിലാക്കാൻ സാധിക്കും. അതുകൊണ്ട് തന്നെയായിരിക്കും അദ്ദേഹത്തെ പോലെ ഒരാളെ അങ്ങോട്ടേക്ക്. എന്തായാലും കേരളത്തിന് അത്ര ശുഭകരമല്ല, നിതീഷ് കുമാറിന് അത്ര ശുഭകരമല്ല എന്ന് തന്നെ പറയേണ്ടിയിരിക്കുന്നു. ഈ രണ്ട് ഗവർണർമാരുടെയും മാറ്റം അത് കൃത്യമായ ഒരു രാഷ്ട്രീയം കേന്ദ്ര സർക്കാർ അതിന് പിന്നിൽ കളിച്ചിട്ടുണ്ട് എന്ന് തന്നെയാണ് മനസ്സിലാവുന്നത്. തീർച്ചയായും.